नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 68. മഹർഷി നാരദൻ കൃഷ്ണന്റെ ഭവനങ്ങൾ സന്ദർശിക്കുന്നു. പേജ് നമ്പർ 663. ഭൗമാസുരൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന നരകാസുരനെ വധിച്ച ശേഷം ഭഗവാൻ കൃഷ്ണൻ 16,000 സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചു എന്ന് നാരദ മഹർഷി കേട്ടിരുന്നു. ഭഗവാൻ കൃഷ്ണൻ 16,000 രൂപങ്ങളായി വികസിച്ച് ഏകകാലത്തു തന്നെ വിവിധ രാജമന്ദിരങ്ങളിലായി 16,000 പേരെ വിവാഹം ചെയ്തെന്നു കേട്ട അദ്ദേഹം അത്ഭുതപ്പെടുകയും ചെയ്തു. ഇത്രയധികം ഭാര്യമാരുമായി കൃഷ്ണൻ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നതെങ്ങനെയെന്നറിയാനുള്ള ആകാംക്ഷ മൂലം ഈ ലീലകൾ കാണാനാഗ്രഹിച്ച് കൃഷ്ണന്റെ വിഭിന്ന ഭവനങ്ങൾ സന്ദർശിക്കാൻ നാരദൻ യാത്ര തിരിച്ചു. നാരദൻ ദ്വാരകയിലെത്തുമ്പോൾ അവിടുത്തെ ഉദ്യാനങ്ങളും വിഹാരസ്ഥലങ്ങളുമെല്ലാം വിവിധ തരത്തിലും വർണ്ണത്തിലുമുള്ള പൂക്കൾ കൊണ്ടും ഫലാവനമ്രമായ കായ്കനിത്തോപ്പുകൾ കൊണ്ടും നിറഞ്ഞിരുന്നു. എങ്ങും പക്ഷികളുടെ കളകളം, മയിലുകളുടെ കേകാരവം, വെൺതാമരയും ചെന്താമരയും വിരിഞ്ഞു നിൽക്കുന്ന കുളങ്ങൾ, ചിലപ്പോൾ അവിടെയൊക്കെ ആമ്പൽപ്പൂക്കളും വിരിഞ്ഞു നിന്നിരുന്നു. തടാകങ്ങളിൽ നീന്തിക്കളിച്ചിരുന്ന അരയന്നങ്ങളുടെയും കൊക്കുകളുടെയും കളസ്വനം എങ്ങും മാറ്റുലി കൊണ്ടിരുന്നു. വെണ്ണക്കല്ലുകൊണ്ടു നിർമ്മിച്ച 9 ലക്ഷം വൻകിട രാജമന്ദിരങ്ങളാണ് നഗരത്തിലുണ്ടായിരുന്നത്. അവയുടെ വാതായനങ്ങളും കവാടങ്ങളും വെള്ളികൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഗൃഹങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും സ്തംഭങ്ങളിൽ മരതകം, ഇന്ദ്രനീലം തുടങ്ങിയ രത്നങ്ങൾ പതിച്ചിരുന്നു. മിനുമിനുത്ത തറയും തളങ്ങളും രാജവീഥികളും ഇടവഴികളും നാൽക്കവലകളും തെരുവുകളും ആഭരണങ്ങളുമൊക്കെ ഭംഗിയായി അലങ്കരിച്ചിരുന്നു. നഗരം മുഴുവൻ പാർപ്പിടങ്ങളും സഭാമണ്ഡപങ്ങളും ക്ഷേത്രങ്ങളും കൊണ്ടു നിറഞ്ഞിരുന്നു. വൈവിധ്യമാർന്ന ശില്പഭംഗി നിറഞ്ഞതായിരുന്നു അവയൊക്കെ. അവയെല്ലാം ചേർന്നു ദ്വാരകയെ ഒരു തിളങ്ങുന്ന നഗരമാക്കി മാറ്റി. നടക്കാവുകൾ, ചത്വരങ്ങൾ, ഇടവഴികൾ, തെരുവുകൾ, പാർപ്പിടങ്ങളുടെ പടിവാതിലുകൾ എന്നിവയൊക്കെ വെടിപ്പും വൃത്തിയുമുള്ളതായിരുന്നു. വീഥികളുടെ ഇരുവശങ്ങളിലും ചെറിയ കുറ്റിക്കാടുകൾ ശ്രദ്ധാപൂർവം വളർത്തിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നട്ടുവളർത്തിയിരുന്ന വൻവൃക്ഷങ്ങളിൽ നിന്നും
കാറ്റു വീശിയത് കാൽനടക്കാർക്കു വെയിലിൽ നിന്നു ആശ്വാസമരുളിയിരുന്നു. ദ്വാരക എന്ന ഈ മഹാനഗരത്തിൽ പരമപുരുഷനായ ഭഗവാൻ കൃഷ്ണന് അനേകം വാസഗേഹങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആരാധിക്കാനായി ചക്രവർത്തിമാരും രാജാക്കന്മാരും ഇവിടം സന്ദർശിച്ചു പോന്നു. ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ പ്രത്യേക മേൽനോട്ടത്തിലായിരുന്നു നഗരം സംവിധാനം ചെയ്തത്. ഈ കൊട്ടാരങ്ങളുടെ നിർമ്മാണത്തിൽ അസാമാന്യമായ വൈദഗ്ധ്യവും ഭാവനയും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. 16,000 പാർപ്പിടങ്ങളിൽ ഓരോന്നിലും ഭഗവാൻ കൃഷ്ണന്റെ ഓരോ ഭാര്യമാരാണ് പാർത്തിരുന്നത്. ഇത്തരം ഒരു ഭവനത്തിനുള്ളിൽ നാരദൻ പ്രവേശിച്ചു. അതിലെ തൂണുകൾ പവിഴം കൊണ്ടാണു നിർമ്മിച്ചിരുന്നത്. മച്ച് രത്നഖചിതമായിരുന്നു. തൂണുകൾക്കിടയിലുള്ള കമാനങ്ങളും ഭിത്തികളും വിവിധ തരത്തിലുള്ള ഇന്ദ്രനീല കല്ലുകളിൽ നിന്നുള്ള പ്രഭയിൽ കുളിച്ചു നിന്നിരുന്നു. വിശ്വകർമാവു നിർമ്മിച്ച മുത്തുമാലകൾ കൊണ്ടലങ്കരിച്ച അനേകം മേലെക്കട്ടികൾ കൊട്ടാരത്തിലെമ്പാടുമുണ്ടായിരുന്നു. ആനക്കൊമ്പിൽ നിർമ്മിച്ച സ്വർണവും വജ്രവും പതിച്ച കസേരകളും മറ്റു ഗൃഹോപകരണങ്ങളും ധാരാളമായിരുന്നു. രത്നം പതിച്ച ദീപങ്ങൾ കൊട്ടാരത്തിനുള്ളിലെ ഇരുട്ട് നിശ്ശേഷം അകറ്റിയിരുന്നു. ധാരാളമായി കത്തിച്ചു വച്ചിരുന്ന സുഗന്ധവസ്തുക്കളിൽ നിന്നുയർന്ന പുക ജനാലകളിലൂടെ പുറത്തു കടക്കുന്നത് കണ്ട് അതു മേഘമാണെന്നു ഭ്രമിച്ച് പടവുകളിൽ ഇരുന്നിരുന്ന മയിലുകൾ ആനന്ദനൃത്തം നടത്തി. കൈവളകളും കണ്ഠാഭരണങ്ങളും വിശേഷ വസ്ത്രങ്ങളുമണിഞ്ഞ അനേകം ദാസിമാർ അകത്തളങ്ങളിൽ കാണപ്പെട്ടിരുന്നു. ഉടുപ്പും തലപ്പാവും രത്നഖചിതമായ കുണ്ഡലങ്ങളുമണിഞ്ഞ ഭൃത്യന്മാരും വേണ്ടുവോളമുണ്ടായിരുന്നു. സുന്ദരന്മാരും സുന്ദരികളുമായ അവർ പലവിധമായ ഗൃഹജോലികളിൽ മുഴുകിയിരുന്നു. ഹരേ കൃഷ്ണ.